ഡിയേഴ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞങ്ങളിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ എങ്ങനെ പോകുന്നു എല്ലാവരുടെയും ഈദ് വെക്കേഷൻസ്? അപ്പം ഞങ്ങൾ ഈ രാവിലെ എന്നെ കുറ്റം പറിച്ച് വേറെ അങ്ങോട്ടുമല്ല, നല്ല അടിപൊളി തണുത്ത കഞ്ഞി കുടിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്, പഴങ്കഞ്ഞി കുടിക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന കടയാണല്ലോ ഉസ്മാനിയ തട്ടുകട അജ്മാനിലെ. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ വെച്ച് പിടിച്ചത്. രാവിലെ തന്നെ എണീറ്റപാടെ ഞങ്ങൾക്ക് തോന്നി പഴങ്കഞ്ഞി കുടിച്ചാലോന്ന്. അപ്പോൾ വേറെ ഒന്നും നോക്കിയില്ല, എന്താ വിട്ടു പഴങ്കഞ്ഞി കുടിക്കാൻ. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് അജ്മാൻ ലുലു പാനൂർ റെസ്റ്റോറൻ്റൊക്കെ ബാക്ക് സൈഡായിട്ടാട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ഇവിടുത്തെ എക്സ്പീരിയൻസ്? ഇൻസ്റ്റാഗ്രാമിൽ പറയുന്ന പോലെ തന്നെ അത്രയും വൈബുണ്ടോ ഹൈപ്പ് ഉണ്ടോ എന്നൊക്കെ പറയാം കേട്ടോ. പക്ഷെ എനിക്ക് വന്നപ്പോൾ തന്നെ ചെറിയൊരു നെഗറ്റീവ് അടിച്ചു, വേറെ ഒന്നുമല്ല, കുറച്ചൊരു വൃത്തി ഒന്ന് നോക്കായിരുന്നു. ഭയങ്കര ഈച്ചയായിരുന്നു ഗൈസ്. അല്ലെങ്കിൽ ഓക്കെയാണ്, ഇനിയിപ്പോൾ ഫുഡ് എങ്ങനെയുണ്ടെന്ന് നമുക്ക് കണ്ടറിയാം. പിന്നെ കയറി ചെന്ന പാടെ എൻ്റെ കണ്ണിൽ പെട്ടെന്ന് സ്ട്രൈക്ക് ആയതാണ് ഈ ഉപ്പ് മാങ്ങയും ഉപ്പിലിട്ട നെല്ലിക്കയും മാങ്ങയും. വാവ്, അത് അടിപൊളിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത കഞ്ഞിയും എത്തി. അതിൻ്റെ ഏറ്റവും രസം എന്ന് വെച്ചാൽ കഞ്ഞി കുടിക്കാൻ പ്ലാനായിട്ട് വന്ന ആളാണ് അവിടെ ഇരുന്ന് പൊറോട്ടയും ബീഫ് കറിയും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ എക്സ്പെക്റ്റ് ചെയ്ത് കുറച്ച് തണുത്ത കഞ്ഞിയാണ്, പക്ഷെ അത്രയും തണുപ്പുണ്ടായിരുന്നില്ല കേട്ടോ. ഇനി ഇതിൻ്റെ സൈഡ് ഡിഷൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അങ്ങനെ എല്ലാവരുടെയും കഞ്ഞി സെറ്റ് എത്തി. പിന്നെ ഇതാ നല്ല കപ്പയും മീൻകറിയും പിന്നെ അച്ചാറും ചമ്മന്തിയും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കുഴച്ച് കൂട്ടി കഴിക്കുകയാണ് ഗൈസ്. ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എനിക്ക് വീണ്ടും കൊതി വന്നു കഴിക്കാൻ വേണ്ടി. നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ വൃത്തിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി ഒന്ന് ശ്രദ്ധിക്കാം, ഇല്ലെങ്കിൽ എല്ലാം ഓക്കെയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.